ഫ്രണ്ട്സ്, വെൽക്കം ടു മെമ്മറി കോഡ്സ്. നമ്മളിന്ന് പഠിക്കുന്ന ടോപ്പിക്സ് വളരെ പ്രശസ്തരായ വ്യക്തികളുടെ ആത്മകഥകളാണ്. PSC പല പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസാണ് ഇന്ന ആത്മകഥ ആരുടേതാണ് എന്നുള്ളതാണ്. അതായത് ഓർമ്മയുടെ ഓളങ്ങളിൽ എന്ന ആത്മകഥ ജി ശങ്കരക്കുറുപ്പിൻ്റേതാണ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ. അടുത്താണ് നമ്മൾ പഠിക്കുന്നത് ബഷീറിൻ്റെ ആത്മകഥയെക്കുറിച്ചാണ്. ബഷീറിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ അറകൾ. നമ്മൾ ആദ്യത്തെ രണ്ടെണ്ണം ഒന്നുകൂടെ പറയുകയാണ്. ഓർമ്മയുടെ ഓളങ്ങളിൽ എന്ന ആത്മകഥ ജി ശങ്കരക്കുറുപ്പിൻ്റെയും ഓർമ്മയുടെ അറകൾ എന്നത് ബഷീറിൻ്റേതുമാണ്. ഓർമ്മയുടെ ലോകത്തിൽ എന്ന ആത്മകഥ പി കേശവദേവിൻ്റേതാണ്. എൻ്റെ നാടുകടത്തൽ എന്ന ആത്മകഥ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടേതാണ്. ജീവാമൃതം എന്ന ആത്മകഥ ഒ രാജഗോപാലിൻ്റേതാണ്. വ്യാഴവട്ട സ്മരണകൾ എന്ന ആത്മകഥ പി കല്യാണിക്കുട്ടിയമ്മയുടേതാണ്. ആത്മകഥയ്ക്ക് ഒരു ആമുഖം ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയാണ്. മരിക്കാത്ത ഓർമ്മകൾ പാറപ്പുറത്തിൻ്റെ ആത്മകഥയാണ്. പാറപ്പുറത്തിൻ്റെ ആത്മകഥയാണ് മരിക്കാത്ത ഓർമ്മകൾ. എന്നിലൂടെ എന്ന ആത്മകഥ കുഞ്ഞുണ്ണി മാഷിൻ്റേതാണ്. 7000 രാവുകൾ എന്ന ആത്മകഥ ആരുടേതാണ്? തോപ്പിൽ കൃഷ്ണപിള്ളയുടേതാണ്. തോപ്പിൽ കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് 7000 രാവുകൾ. ഘോഷയാത്ര എന്ന ആത്മകഥ KGS ജോർജിൻ്റേതാണ്. KGS ജോർജിൻ്റെ ആത്മകഥയാണ് ഘോഷയാത്ര. കെ മാത്യുവിൻ്റെ ആത്മകഥയാണ് എട്ടാമത്തെ മോതിരം. എട്ടാമത്തെ മോതിരം എന്ന ആത്മകഥ KM മാത്യുവിൻ്റെയാണ്. എൻ്റെ ജീവിതം അരങ്ങിലും അണിയറയിലും എന്നത് കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ ആത്മകഥയാണ്. എൻ്റെ ജീവിതം അരങ്ങിലും അണിയറയിലും എന്ന ആത്മകഥ കലാമണ്ഡലം കൃഷ്ണൻ നായരുടേതാണ്. ചിദംബര സ്മരണ എന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റേതാണ്. ഒരു സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ PKR വാര്യരുടേതാണ്. PKR വാര്യരുടെ ആത്മകഥയാണ് ഒരു സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. ഇടപെടലുകൾക്ക് അവസാനമില്ല VS അച്യുതാനന്ദൻ്റേതാണ്. സമരത്തിന് ഇടവേളകളില്ല എന്ന ആത്മകഥ VS അച്യുതാനന്ദൻ്റേതാണ്. കവിയുടെ കാൽപ്പാടുകൾ, നിത്യകന്യകയെ തേടി, എന്നെ തിരയുന്ന ഞാൻ, ഇതെല്ലാം പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ്. കവിയുടെ കാൽപ്പാടുകൾ, നിത്യകന്യകയെ തേടി, എന്നെ തിരയുന്ന ഞാൻ. സ്മരണമണ്ഡലം എന്ന ആത്മകഥ PK നാരായണപിള്ളയുടേതാണ്. തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ്. ആത്മരേഖ എന്ന ആത്മകഥ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റേതാണ്. കാവ്യലോക സ്മരണകൾ എന്ന ആത്മകഥ വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെയാണ്. സർവീസ് സ്റ്റോറി എന്ന ആത്മകഥ മലയാറ്റൂരിൻ്റേതാണ്. കണ്ണീരും കിനാവും എന്നുള്ളത് VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ്. എതിർപ്പ് എന്ന ആത്മകഥ പി കേശവദേവിൻ്റെയാണ്. കഴിഞ്ഞ കാലം KP കേശവമേനോൻ. KP കേശവമേനോൻ്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം എന്നുള്ളത്. അടുത്ത നമുക്ക് കൊഴിഞ്ഞ ഇലകൾ എന്ന ആത്മകഥ ആരുടേതാണ്? അത് ജോസഫ് മുണ്ടശ്ശേരിയുടേതാണ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ എന്ന് പറയുന്നത്. പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണ് എൻ്റെ വഴിത്തിരിവ്. എൻ്റെ വഴിത്തിരിവ് എന്ന ആത്മകഥ പൊൻകുന്നം വർക്കിയുടേതാണ്. കാണുന്ന നേരത്ത് എന്ന ആത്മകഥ സുഭാഷ് ചന്ദ്രൻ്റേതാണ്. അരങ്ങ് കാണാത്ത നടൻ തിക്കൊടിയൻ്റെ ആത്മകഥയാണ്. ജീവിത സമരം എന്ന ആത്മകഥ C കേശവൻ്റേതാണ്. ജീവിതപാത ചെറുകാടിൻ്റേതുമാണ്. ജീവിത സമരം C കേശവൻ, ജീവിതപാത ചെറുകാടിൻ്റെ ആത്മകഥയാണ്. കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ്. കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞിരാമൻ നായരുടേതാണ്. നമ്മൾ മുമ്പേ പഠിച്ചിരുന്നു കവിയുടെ കാൽപ്പാടുകൾ, നിത്യകന്യകയെ തേടി, എന്നെ തിരയുന്ന ഞാൻ, അതും പി കുഞ്ഞിരാമൻ നായരുടേത് തന്നെയാണ്. അടുത്തായിട്ടാണ്